ഇത് ഈ മണ്ഡലത്തിൽ നമുക്കറിയാം ആര്യാടൻ മുഹമ്മദ് ഏറ്റവും വലിയ ജമാഅത്ത് ഇസ്ലാമി വിമർശകനായിരുന്നു, മുസ്ലിം ലീഗ് വിമർശകനായിരുന്നു. അദ്ദേഹത്തിന് ഇപ്പം നേരത്തെ പറഞ്ഞു നമ്മളിവിടുത്തെ ഒരു ഡെമോഗ്രഫി നോക്കുകയാണെങ്കിൽ ഹിന്ദു എല്ലാം കൂടി നിൽക്കുന്നത് ഹിന്ദു വോട്ടുകളാണ്. അപ്പോൾ അവരുടെ ജയത്തിനെല്ലാം ഇത്തരം അദ്ദേഹത്തിൻ്റെ വിമർശനങ്ങളൊക്കെ സ്വാഭാവികമായി സംതൃപ്തമാക്കിയിരുന്നു. ഇപ്പോൾ വെൽഫെയർ പാർട്ടി UDF പിന്തുണ കൊടുക്കുന്നത് ആദ്യമായിട്ടല്ല, അത് നേരത്തെ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് വെൽഫെയർ പാർട്ടിക്കൊപ്പം നിൽക്കുന്നു. പക്ഷേ ഇവിടെ കൊടുക്കുന്ന പിന്തുണ എന്ന് പറയുന്നത് അടുത്ത വിമർശകനായ ആര്യാടൻ ഷൗക്കത്തിനോ അല്ലെങ്കിൽ ആര്യാടൻ മുഹമ്മദ് ഇവിടെ നേരത്തെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ കൊടുക്കുന്ന പിന്തുണ വലിയ ചർച്ചയായി മാറുന്നുണ്ട്. അത് ഏതെങ്കിലും തരത്തിൽ ഇവിടുത്തെ വോട്ടർമാരെ ഇപ്പം മുമ്പ് ആര്യാടൻ സ്വീകരിച്ച ഒരു സമീപനമല്ല, അല്ലെങ്കിൽ ഷൗക്കത്ത് നേരത്തെ പറഞ്ഞ സമീപനമല്ല, ഇവിടെ ഒരു മൗനം പാലിക്കലുണ്ട്. അപ്പോൾ ആ വോട്ട് കൂടി ഞങ്ങൾക്ക് കിട്ടിക്കോട്ടെ എന്ന് പറയുന്നുണ്ട്. അതെങ്ങനെയായിരിക്കും? ഇപ്പോൾ സമസ്തയൊക്കെ പരസ്യമായി തന്നെ, ഇപ്പോൾ പ്രത്യേകിച്ച് കാന്തപുരം വിഭാഗമൊക്കെ വളരെ പരസ്യമായി തന്നെ അതിനെ തള്ളിപ്പറയുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ അത് വോട്ടായി മാറാനുള്ള, അല്ലെങ്കിൽ അത് സ്വരാജിന് അനുകൂലമായോ അല്ലെങ്കിൽ PV അൻവറിന് അനുകൂലമായോ ഒരു വോട്ടായി മാറാനുള്ള സാഹചര്യമുണ്ടോ? ആദ്യത്തെ കാര്യം, ജമാഅത്തെ ഇസ്ലാമിക്കോ അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടിക്കോ അതിഭീകരമായ അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും തരത്തിൽ നിർണായകമാകാവുന്ന ഒരു വോട്ടുള്ളൊരു സ്ഥലമാണ് നിലമ്പൂർ എന്ന് എനിക്ക് തോന്നുന്നില്ല. വളരെ കുറഞ്ഞ വോട്ടുകൾ മാത്രമുള്ള, ഒരുപക്ഷെ SDP താഴെ മാത്രം വോട്ടുകളുള്ള ഒരു സംവിധാനമാണ് അല്ലെങ്കിൽ പാർട്ടിയാണ് വെൽഫെയർ പാർട്ടി, ജമാഅത്തെ ഇസ്ലാമി എന്ന സംഘടന. അങ്ങനെ ഒരു സംവിധാനത്തിൽ നിന്നിട്ടാണ് അവരെ സ്വാഭാവികമായും അവരുടെ ചർച്ച, അവരുടെ പിന്തുണ ചർച്ചയാവുന്നത്. അങ്ങനെയാണ് അത് മുമ്പോട്ട് പോവുകയും ചെയ്യുന്നത്. ഇതിൽ സമസ്ത പോലുള്ള അല്ലെങ്കിൽ മുസ്ലിം സംഘടനകൾക്കിടയിൽ തന്നെ വലിയ വിരുദ്ധാഭിപ്രായം, അവരുടെ മതപരമായി തന്നെ അവരുടെ പല കാര്യങ്ങൾക്കും അത്തരം പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് കുറേ സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് ഞാൻ കരുതുന്നുണ്ട്. അപ്പോൾ തന്നെ നിലമ്പൂരിനെ സംബന്ധിച്ച് മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ സംഘടന ഒരുപക്ഷെ കോൺഗ്രസിനേക്കാൾ വളരെ ശക്തമായ അടിത്തറയുള്ളൊരു മണ്ഡലമാണ് നിലമ്പൂർ. അവിടെ നന്നായി പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു ശക്തി അവർക്കുണ്ട്. മലപ്പുറം ജില്ലയാണ്, പാണക്കാട് തങ്ങളിലൂടെയുള്ള സ്ഥലമാണ്. അങ്ങനെ പലതരത്തിൽ ഈ മണ്ഡലത്തിൽ വിജയിക്കേണ്ട ഉത്തരവാദിത്തം മുസ്ലിം ലീഗിനുണ്ട്, അല്ലെങ്കിൽ അവരത് ചെയ്യും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഇപ്പോൾ സ്വാഭാവികമായി മുസ്ലിം മതവിഭാഗങ്ങൾക്കിടയിലുള്ള, അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി വിഭാഗത്തിൽ തന്നെ വിഭാഗങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെ മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട അണികളുടെ വോട്ട് ചോരാതിരിക്കാൻ ലീഗിന് നോക്കാൻ കഴിയുമെന്നുള്ളതാണ്. പക്ഷെ അപ്പോഴും ഈ വിഷയം കുറെ കൂടി ശക്തമായി ഉന്നയിക്കാൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞതുകൊണ്ട് അത് AP വിഭാഗത്തിൽ നിന്ന് ആ വോട്ടുകൾ നിലനിർത്താൻ, അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് കാലാകാലങ്ങളായി ഒക്കെ അവരോട് ഇടതുപക്ഷത്തിന് ആളുകളെ സംബന്ധിച്ച് അത് ഒരു ആര്യാടൻ ഷൗക്കത്തിലേക്ക് ആ വോട്ടുകൾ പോകാതിരിക്കുക, അത് പൂർണ്ണമായി തന്നെ സ്വരാജിലേക്ക് എത്താനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെയാണ് CPM സംസ്ഥാന കമ്മിറ്റി സെക്രട്ടറി OP ഗോവിന്ദനോ അല്ലെങ്കിൽ മറ്റ് നേതാക്കളെല്ലാവരും വളരെ ശക്തമായി ഈ വിഷയം വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഉന്നയിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വിഭാഗം വോട്ട് കൃത്യമായി, നേരത്തെ പറഞ്ഞ പോലെ ഹിന്ദു വോട്ടുകൾ പോലെ തന്നെ മുസ്ലിം വോട്ടുകളുമുള്ള ഒരു സ്ഥലത്ത് ഈ നിർണായകമാകാവുന്ന വോട്ടുകൾ, നേരത്തെ ഒരുപക്ഷെ PV അൻവറിലേക്ക് ബ്ലോക്കായി പോയിക്കൊണ്ടിരുന്ന വോട്ടുകളൊക്കെ അവിടെ നിന്ന് പിടിച്ചു നിർത്തി അത് ഒരു പക്ഷേ സ്വരാജിലേക്ക് അടുപ്പിക്കാൻ കഴിയുന്നതാണ്. പിന്നെ സ്വരാജിൻ്റെ നിലപാടുകൾ, അത് പല കോളേജുകളിലെ വിദ്യാർത്ഥികൾ, പ്രത്യേകിച്ച് മുസ്ലിം വിദ്യാർത്ഥിനികൾ, പെൺകുട്ടികൾ വളരെ ശക്തമായി സ്വരാജിന് പിന്തുണ പരസ്യമായി പറയുന്ന വീഡിയോകൾ അത് മാധ്യമങ്ങളിൽ തന്നെ പല മാധ്യമങ്ങളിലായി നമ്മൾ കണ്ടു. അതിൻ്റെ കാരണം എനിക്ക് തോന്നും സ്വരാജിൻ്റെ നിലപാടുകൾ കുറെ കൂടി ആളുകളെ സ്വാധീനിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ച് യുവാക്കളെ, ചെറുപ്പക്കാരെ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നു. അത് നന്നായി സംസാരിക്കാൻ കഴിയുന്ന ആൾ, നല്ല വിവരമുള്ള ആൾ എന്ന നിലയിലൊക്കെ നല്ല നിലപാട് പറയുന്ന ആൾ, ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരെയുള്ള ഇപ്പോൾ നടക്കുന്ന, അത് ലോകത്തെമ്പാടും ഇന്ത്യയിലും അടക്കം നടക്കുന്ന വിഷയങ്ങളിൽ സ്വരാജിൻ്റെ നിലപാട് മുസ്ലിം സമുദായത്തിൽ തന്നെയുള്ള, പ്രത്യേകിച്ച് വിദ്യാഭ്യാസ കോളേജുകളിലൊക്കെ പഠിക്കാൻ പോകുന്ന പെൺകുട്ടികളിലൊക്കെ വലിയ സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. അതൊരു രാഷ്ട്രീയത്തിനപ്പുറമാണ് അവരുടെ ചിന്ത എന്ന് അവരുടെ അതുകൊണ്ട് തന്നെ അതും സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട്. അത് സ്വരാജിനെ സംബന്ധിച്ച് അതൊരു ബോണസ് പോയിന്റ് ആയിരിക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ അപ്പോഴും ഞാൻ വീണ്ടും ഉറപ്പിച്ചു, മുസ്ലിം ലീഗ് വളരെ ശക്തമായ ഒരു പോരാട്ടം അവർ കൃത്യമായി ഇവിടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തിയിട്ടുണ്ട്. അത് ബലമായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. തീർച്ചയായും ഇതിൻ്റെ എല്ലാ വശങ്ങളും ഇപ്പോൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ ഇവിടെ മഴ പെയ്തു തുടങ്ങുന്നു എന്നുള്ളത് തന്നെയാണ്. പക്ഷേ മഴ പെയ്തു തുടങ്ങുമ്പോൾ പോലും ഒരു ആവേശവും ഒരു തരി പോലും അതിൽ കുറയുന്നില്ല എന്നുള്ളതാണ്. സംഗീത, നമുക്ക് നമ്മുടെ മറ്റ് റിപ്പോർട്ടർമാരിലേക്ക് പോകാം. അവരെല്ലാം തന്നെ അതാത് സ്ഥാനാർത്ഥികൾക്ക് സമീപം, അതാത് മുന്നണികൾക്ക് സമീപമുണ്ട്. അവിടുത്തെ ആവേശം കൂടി നമുക്ക് പ്രേക്ഷകർക്ക് നൽകാം.